റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ ഇറിഗേഷൻ വകുപ്പിന്റെ കണ്ണിൽ പൊടിയിടൽ. JCB എത്തിച്ച് താൽക്കാലികമായി മണൽ നീക്കാൻ ശ്രമം. ആഴ്ചകൾക്ക് മുൻപേ തുടങ്ങേണ്ട നടപടിയാണ് വാർത്ത വന്നപ്പോൾ മാത്രം തുടങ്ങിയത്. 20 അടി താഴ്ചയിൽ 350ഓളം മീറ്റർ ഭാഗത്തെ മണൽ നീക്കം ചെയ്യാനുണ്ട്. തീർത്തും അപ്രായോഗികമായ രീതിയിലാണ് ഇപ്പോഴത്തെ മണൽ നീക്കം. പ്രതിഷേധവുമായി CPM രംഗത്തെത്തി. സാധാരണ ഒഴുകേണ്ട ആ അളവിനേക്കാൾ 1/3 ജലം മാത്രമേ ഇപ്പോൾ ഒഴുകി പോകുന്നുള്ളൂ. ഇത് പൊടിമുറിക്കല ചുമ്മായിട്ട് പുറത്ത് മേലെയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 300 മീറ്റർ തന്നെ വീതിയിൽ അത് മുറിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് വെള്ളം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂ. വെള്ളം ഡിസ്ചാർജ് ചെയ്ത് സമുദ്രത്തിൽ പോകേണ്ട തോട്ടപ്പള്ളി സ്പിൽവേ വഴി അതിനുണ്ടാക്കിയാണ് സ്പിൽവേ. അത് ശരിയാം വിധം സംസ്ഥാന ഗവൺമെന്റ് ജില്ലാ ഭരണകൂടവും നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അത് മുറിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ട്, മണ്ണ് മാറ്റാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രയാസം ഉണ്ടായിരിക്കുന്ന കാര്യം. ജലത്തിലിറങ്ങി ഈ വേസ്റ്റ് നീക്കം ചെയ്യാൻ ആവശ്യമായ നിലപാട് ജില്ലാ ഭരണകൂടം ഗവൺമെന്റ് ചെയ്യണം. അത് ചെയ്യാതെ വെറുതെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് കാര്യമില്ല. ഗവൺമെന്റ് സ്പോൺസേഡ് ദുരിതം എന്ന് പറയാൻ പറ്റും കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യം. അതേസമയം തോട്ടപ്പള്ളിയിലെ പ്രതിസന്ധിയിൽ NHAയ്ക്കും ഉണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ്. പാലം പണിക്ക് സജ്ജീകരിച്ച താൽക്കാലിക പാലം പൊളിച്ചു നീക്കിയില്ല. ആവശ്യം കഴിഞ്ഞിട്ടും പാലം നിലനിർത്തി. ടൺ കണക്കിന് മാലിന്യം പാലത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. NHA അധികൃതർക്ക് കുട്ടനാട് MLAയുടെ ശകാരം. മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ഫോണിൽ കിട്ടിയില്ല എന്ന റജി ചെറിയാൻ MLAയുടെ പ്രതികരണത്തിന് പിന്നാലെ മന്ത്രിമാർ കുട്ടനാട്ടിലേക്ക്. ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി M. ലിജു ഇന്ന് കുട്ടനാട്ടിലെത്തും. റവന്യൂ മന്ത്രി AP അനിൽകുമാർ നാളെ സ്ഥലത്തെത്തും. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രിയോട് നമ്മളുടെ റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചു. മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അവിടെ ഇപ്പോഴും നടക്കുന്നത്, ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് CPM ഉന്നയിക്കുന്നത്. ഇപ്പോഴും നടക്കുന്നത് അതിന് പര്യാപ്തമായ നടപടികളല്ല എന്ന വിമർശനം കൂടി ഉണ്ടാകുന്നു. മാധു, ഇപ്പോഴായി ദൃശ്യങ്ങളിൽ കാണാം. നേരത്തെ H. സലാം മുൻ MLA പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വലിയ അശാസ്ത്രീയമായ പരിപാടികൾ, അതായത് പ്രാഥമിക നടപടികളിൽ വലിയ അപ്രായോഗികതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ NHA കെട്ടിയ താൽക്കാലികമായിട്ടൊരു നടപ്പാത ഉണ്ടായിരുന്നു. ആ നടപ്പാതയാണ് പ്രധാനമായും ഈ കടലിലേക്ക് ഒഴുകി പോകേണ്ട വെള്ളത്തിന് കുറുകെ, അതായത് അത് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ടൺ കണക്കിന് മാലിന്യം അടിഞ്ഞുകൂടിയത്. ആ മാലിന്യം അടിഞ്ഞുകൂടാൻ കാരണം ഈ NHA കെട്ടിയ ഈ നടപ്പാതയായിരുന്നു. നടപ്പാതയുടെ ഒരു ഭാഗം, അതിന്റെ മധ്യഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 30 മീറ്റർ മാത്രം ഇപ്പോൾ അറുത്തു മാറ്റി ക്രെയിൻ ഉപയോഗിച്ച് പൊക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുവഴി മാലിന്യം ഒഴുകി പോകും എന്ന രീതിയിലാണ് ഇപ്പോൾ മാറ്റുന്നത്. പക്ഷേ ഈ ഏകദേശം 400 മീറ്ററോളം വീതിയുള്ളതാണ് ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മൊത്തം വീതി. ആ 400 മീറ്ററിൽ 30 മീറ്റർ ഭാഗത്തെ മാത്രം നടപ്പാത അവിടെ മാറ്റിയാൽ അത് എങ്ങനെ ഒഴുകിപ്പോകുമെന്നുള്ള അപ്രായോഗികത. അതിലേറെ ഏറ്റവും പ്രശ്നമുള്ള കാര്യം ഇപ്പോഴിതാ നമുക്ക് ദൂരെ ദൃശ്യങ്ങൾ കാണാം. അതായത് അവിടെ നിലവിൽ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നും പ്രതലത്തിൽ, അതായത് അവിടെ നിലവിൽ 100 മീറ്ററോളം ഭാഗത്ത് മാത്രമാണ് മണൽ നീക്കിയിട്ടുള്ളത്. അതും താഴെത്തട്ടിലേക്ക് മണൽ നീക്കിയിട്ടില്ല. 20 അടി താഴ്ചയിൽ നീക്കണം. ഇപ്പോഴിതാ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാർത്തയുടെ പിന്നാലെ കണ്ണിൽ പൊടി വാരിയിടൽ എന്ന രീതിയിലാണ് ഇപ്പോഴിതാ ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അതിന്റെ പ്രതലത്തിലെ മണൽ നീക്കം ചെയ്യുന്നത്. പക്ഷേ പ്രതലത്തിലെ മണൽ മാത്രം നീക്കം ചെയ്തുകൊണ്ട് കാര്യമില്ല. 20 അടിയോളം താഴ്ച വേണം, 300 മീറ്ററോളം വീതി വേണം. അതായത് അത് ആ മണൽത്തിട്ട പൂർണ്ണമായും മാസങ്ങൾക്ക് മുൻപേ തന്നെ അവിടെ നിന്നും മാറ്റേണ്ടതാണ്. അത് അവിടെ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ ഡ്രഡ്ജ് ചെയ്ത് ഈ മണൽ ഈ പ്രദേശത്ത് നിന്ന് തന്നെ മാറ്റണം. മുൻകാലങ്ങളിൽ സർക്കാർ അത് KMML വഴിയും ഒപ്പം തന്നെ അത് മാറ്റിയിരുന്നു. ആ മണൽ മാസങ്ങൾക്ക് മുമ്പേ മാറ്റിയിരുന്നു. ഇപ്പോഴിതാ മഴയെത്തി വെള്ളം കുതിച്ചെത്തുകയാണ്. അങ്ങനെ അപ്പർ കുട്ടനാട്ടിലും അടക്കം വെള്ളം പൊങ്ങുകയാണ്. വെള്ളം ഒഴുകി മാറുന്നില്ല, അതായത് കടലിലേക്ക് ഒഴുകി പോകുന്നില്ല. കടലിലേക്ക് ഒഴുകി പോകാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത പാതയാണ്, ജലഗതാഗത പാതയാണ് ഈ തോട്ടപ്പള്ളി സ്പിൽവേ. ഈ തോട്ടപ്പള്ളി സ്പിൽവേ വഴി ഒഴുകി പോകാത്തതിന്റെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെയാണ് ഇപ്പോഴിതാ തോട്ടപ്പള്ളി സ്പിൽവേ പ്രളയത്തിനെ എത്രത്തോളം നിയന്ത്രിക്കേണ്ടുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ H. സലാം അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. 2018 പ്രളയത്തിന്റെ സമയത്തും തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നതുമായി ബന്ധപ്പെട്ട് അന്ന് ഷട്ടറുകളിൽ 20 എണ്ണം പ്രളയത്തിന് ശേഷം മാത്രമാണ് തുറന്നത് എന്ന വലിയ വിമർശനം ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഓർമ്മയുണ്ട്, ഇപ്പൊ അടുത്ത കാലത്ത് K. കൃഷ്ണൻകുട്ടിയുടെ ഒരു ശബ്ദരേഖ പുറത്തു വന്നതൊക്കെ വലിയ രാഷ്ട്രീയ വിവാദമായി വീണ്ടും മാറുന്ന സാഹചര്യമുണ്ട്. അപ്പോ ഇതെല്ലാ കാലത്തും പ്രളയത്തിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു ആരോപണമാണ്. എന്നിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. മാധു, ഇത്തരത്തിലുള്ള പ്രളയം അത് ഉണ്ടാകും, അല്ലെങ്കിൽ മഴക്കാലത്ത് ചെയ്യേണ്ട പ്രാഥമികമായ നടപടിയാണ്. അതായത് പ്രളയം ഉണ്ടായില്ലെങ്കിൽ കൂടി സാധാരണ മൺസൂൺ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ കർക്കിടക മാസത്തിൽ ഇപ്പോഴത്തെ മഴ പെയ്തു. ഇതിനു മുൻപേ തന്നെ മഴക്കാല പൂർവ്വമായി നടത്തേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തനമാണ് തോട്ടപ്പള്ളിയിൽ മണൽ നീക്കുക. അത് സർക്കാർ നേരത്തെ ഹൈക്കോടതി മുഖേന നിയോഗിച്ച ഒരു
ഒരു ഉന്നത അധികാരി അല്ലെങ്കിൽ ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു 2022-ൽ. അതായത് തോട്ടപ്പള്ളിയിലെ മണൽ 20 അടിയോളം താഴ്ചയിൽ മാറ്റിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ ഉണ്ടാകും. അങ്ങനെയുള്ള പഠന റിപ്പോർട്ട് മാത്രമല്ല, ചെന്നൈ IIT-യുടെ പഠന റിപ്പോർട്ടുണ്ട്. തോട്ടപ്പള്ളിയിൽ മണൽ നീക്കം ചെയ്യണം, ആ മണൽ തിട്ട മാറ്റണം. സ്പിൽവേയിലെ 40 ഷട്ടറുകളാണുള്ളത്. അതിൽ 39 ഷട്ടറുകൾ, ഒരു ഷട്ടർ വർക്ക് ചെയ്യുന്നില്ല. 39 ഷട്ടറുകൾ വർക്ക് ചെയ്തതിൽ 5 എണ്ണം കയർ കൊണ്ടാണ് അത് തൂക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജലം പോകുന്നില്ല. ഏകദേശം 1600 ക്യൂബിക് മീറ്റർ വീതിയിലാണ്, അല്ലെങ്കിൽ അത്രയും വെള്ളമാണ് ഒഴുകിപ്പോകേണ്ടത്. പക്ഷേ ഇപ്പോഴിതാ പോകുന്നത് 600 മീറ്റർ വെള്ളം മാത്രമാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ പെയ്തത് അതിശക്തമായ മഴയാണ്. 2 ദിവസത്തെ മഴയിൽ ഇപ്പോഴിതാ 4 ദിവസം കഴിഞ്ഞും ആ വെള്ളം അപ്പർ കുട്ടനാട്ടിൽ നിന്ന് ഒഴുകിപ്പോകുന്നില്ല. ഇന്നലെ രാത്രി അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നു എന്നുള്ള വിവാദം വലുതായിരുന്നല്ലോ. മൂഴിയാർ അണക്കെട്ടിൽ നിന്ന് ആ സമയത്ത് പുറത്തുവിടുന്ന വെള്ളം എന്ന് പറയുന്നത് ഇപ്പോഴീ പിടിച്ചു വെക്കപ്പെടുന്ന, അതായത് പര്യാപ്തമായ സമയത്ത് പര്യാപ്തമായ രീതിയിൽ ഇത് തുറന്നു വിടാത്തതിന്റെ പേരിൽ പിടിച്ചു വെക്കപ്പെടുന്ന വെള്ളത്തിന്റെ എത്രയോ കുറവായിരുന്നു ആ സമയത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. ഈ താൽക്കാലിക പാലം പൊളിച്ചു നീക്കാതെ അവിടെ ഈ മാലിന്യ കെട്ടടിഞ്ഞ് പുറത്തേക്ക് പോകേണ്ടുന്ന വെള്ളം തടഞ്ഞു നിർത്തുന്ന കെടുകാര്യസ്ഥതയ്ക്ക് ആരാണ് മറുപടി പറയുക? മാധു, ഈ ഡാം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ സ്പിൽവേയിൽ നടത്തേണ്ട മാനേജ്മെന്റ് അത് നേരത്തെ തന്നെ നടത്തേണ്ടതാണ്. അങ്ങനെയുള്ളൊരു മാനേജ്മെന്റിന്റെ വലിയ കെടുകാര്യസ്ഥത തോട്ടപ്പള്ളിയിൽ മാത്രമല്ല, ഈ വെള്ളം ഒഴുകിയെത്തുന്ന മലയോര മേഖലകളിൽ തുടങ്ങി ആ ജലഗതാഗതത്തിന്റെ രീതിയിൽ തന്നെ ഉണ്ടായി എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടത്. അത് യഥാസമയത്ത് തുറക്കേണ്ട ഡാമുകൾ, യഥാസമയത്ത് തുറക്കേണ്ട സ്പിൽവേയുടെ ഷട്ടറുകൾ, യഥാസമയത്ത് മാറ്റേണ്ട പൊഴിയിലെ മണൽ, ഇതൊക്കെ തന്നെ മാറ്റിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് ഇപ്പോഴിതാ കുട്ടനാട് അനുഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സമയത്ത് ചെയ്യുന്ന, അതായത് ഇപ്പോഴിതാ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ കഴിയുന്നത് പ്രതലത്തിലെ മണൽ മാത്രമാണ്. പക്ഷേ 20 അടി താഴ്ചയിൽ ഇത്രയും അധികം ജലം ഒഴുകി വരുമ്പോൾ ആ 20 അടി താഴ്ചയിലേക്ക് മണൽ മാറ്റാൻ കഴിയുകയില്ല. ഇത് എന്താണ് നടപടി? ഇപ്പോഴിതാ ജില്ലയുടെ ചുമതലയുള്ള M. ലിജു അടക്കമുള്ള മന്ത്രിമാർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഒപ്പം തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി നാളെ എത്തുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി, ഇത്തരം ആശങ്ക പങ്കുവയ്ക്കാൻ വേണ്ടി കുട്ടനാട് MLA റജി ചെറിയാൻ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും മുഖ്യമന്ത്രി VD സതീശൻ ഫോൺ എടുത്തില്ല, റവന്യൂ മന്ത്രിയും പ്രതികരിച്ചില്ല എന്ന വലിയ രാഷ്ട്രീയ വിവാദം ഭരണകക്ഷിയിൽ നിന്ന് തന്നെ കുട്ടനാട് MLA റജി ചെറിയാൻ ഉയർത്തുകയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ തോട്ടപ്പള്ളിയിൽ ഒരു പരിഹാരം എന്നതാണ് ഇനി അടുത്ത മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോഴിതാ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 30 മീറ്റർ ഒരു നടപ്പാതയുടെ ഭാഗം അറുത്തു മാറ്റി അത് JCB അല്ലെങ്കിൽ ക്രെയിൻ കൊണ്ട് പൊക്കി മാറ്റിക്കൊണ്ട് മാത്രം പരിഹാരമാകുന്നതല്ല തോട്ടപ്പള്ളിയിലെ വിഷയം. മാലിന്യങ്ങൾ ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് 30 മീറ്റർ മാറ്റിയിട്ട് നമുക്ക് കാണാം ആ മാലിന്യങ്ങൾ അതുപോലെ തന്നെ കിടക്കുകയാണ്. അതായത് കിഴക്ക് നിന്ന് ഒഴുകി വന്നിട്ടുള്ള ഇഷ്ടംപോലെ മാലിന്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് അടക്കമുള്ള മുള, വടി അടക്കമുള്ള വലിയൊരു ആക്രിക്കട തുടങ്ങാൻ പാകത്തിനുള്ള ഇഷ്ടംപോലെ ടൺ കണക്കിന് സാധന സാമഗ്രികളുണ്ട്. അങ്ങനെ 30 മീറ്റർ ഭാഗത്തെ ആ നടപ്പാത മാറ്റിയിട്ടും ഒഴുകിപ്പോകാതെ കിടക്കുന്ന മാലിന്യങ്ങളാണ് ദൃശ്യങ്ങളായി നമുക്ക് മുന്നിലുള്ളത്. ഇങ്ങനെയുള്ളൊരു മിസ് മാനേജ്മെന്റ്, അതായത് തോട്ടപ്പള്ളിയിൽ നടന്നത് കൃത്യമായ കെടുകാര്യസ്ഥതയാണ്. ഈ അവസാന മണിക്കൂറുകളിൽ ഈ മുഹൂർത്തത്തിൽ ചെയ്തിട്ട് ഒരു കാര്യമില്ലാത്ത നടപടികളാണ് പ്രാഥമികമായി കണ്ണിൽ പൊഴിയിടുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ പാലത്തിന്റെ യാതൊരു ആവശ്യവും അവിടെ ഇല്ല എങ്കിൽ അത് പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ ടൺ കണക്കിന് മാലിന്യം ഒഴുകിപ്പോകും എന്നതാണ്. ഇപ്പോൾ ഈ 20 മീറ്റർ താഴ്ചയിൽ വെള്ളം പോയാൽ മാത്രമാണ് വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകുക. നിലവിൽ അവിടെ നിന്ന് ഒഴുകിപ്പോകാൻ കഴിയുന്ന ജലത്തിന്റെ 1/3 മാത്രമാണ് പുഴയിലൂടെ കടന്നു പോകുന്നത് എന്ന വിമർശനവും ഉണ്ടാകുന്നു.